സുധാകരനെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട്. കെപിസിസിയിൽ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരള നേതാക്കളുടെ യോഗം നാളെ നടക്കും. എന്നാൽ നേതൃമാറ്റം അറിഞ്ഞിട്ടേയില്ല എന്നായിരുന്നു കേരള നേതാക്കളുടെ പ്രതികരണം. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പുതിയ പിസിസി അധ്യക്ഷൻ, 10 ജില്ലകളിൽ പുതിയ പാർട്ടി അധ്യക്ഷന്മാർ എന്നിങ്ങനെയുള്ള കാതലായ മാറ്റമില്ലാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവ നേരിടാനാവില്ലെന്നാണ് ദീപാദാസ് മുൻഷിയുടെ നിലപാട്. അതേസമയം നേതൃമാറ്റമെന്ന വിഷയം ഇപ്പോൾ അജണ്ടയിലില്ലെന്ന നിലപാടാണ് പരസ്യമായി നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ചർച്ചയും KPCC പ്രസിഡന്റ് മാറ്റുമായിട്ട് ഞാൻ ഇന്നലെ ചാനലിലാണ് ഞാൻ അറിയണ്ടേ അങ്ങനെ ഒരു ചർച്ച നടക്കണ്ടേ? ഒരു ചർച്ചയും നടക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളിനെ KPCC പ്രസിഡന്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച എങ്ങനെ വന്നു എനിക്കറിയില്ല. ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നേതൃമാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറായില്ല. സുധാകരനെ വിശ്വാസത്തിലെടുത്ത് മാറ്റം വരുത്താനാണ് ഹൈക്കമാൻഡിന് താൽപര്യം. മീഡിയ 1, ഡൽഹി.